ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ശ്രീകുമാരൻ തയ്യാറായി നിൽപ്പുണ്ട്. ശ്രീതു, ഗുഡ് മോർണിംഗ്. UDF-ഉം LDF-ഉം NDA-യും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിവിധ ക്രൈസ്തവ സഭകൾ അവരുടെ തെരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ എന്താണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷ? സ്ഥാനാർത്ഥികൾ എന്തു പറയുന്നു? ശ്രീത്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു പ്രതീതി പത്തനംതിട്ടയിൽ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രജിൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്രൈസ്തവ സഭകൾ ഇത്തരത്തിൽ ഒരു വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം ഒരുപക്ഷെ കേരളത്തിൽ മറ്റേത് മണ്ഡലത്തേക്കാൾ കൂടുതൽ അത് പത്തനംതിട്ടയിലായിരിക്കുമെന്ന കാര്യത്തിൽ നിസ്സംശയം നിസ്തർക്കം നമുക്കത് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രൈസ്തവ സഭകളിൽ ഒരു സഭ പൂർണ്ണമായി ഒരു പിന്തുണ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയിലേക്ക് വരിക. അത് ബിലീവേഴ്സ് ചർച്ചാണ്, KP യോഹന്നാൻ്റെ. അത് പൂർണ്ണമായി തന്നെ ഇത്തരത്തിൽ ഇവർക്ക് പിന്തുണ, BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒരു മടിയും കൂടാതെ തങ്ങൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന് അറിയിക്കുന്നു. അത് അനിൽ ആന്റണിക്ക് മുൻപിൽ വെച്ച് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സഭ അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ച ഇത്തരത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അത് തങ്ങൾക്ക് ഗുണമാണ് എന്ന് BJP പറയുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയോ മറ്റ് ഒരു സഭകളോ ഇത്തരത്തിൽ നിലപാട് പറഞ്ഞില്ല. പക്ഷേ ഡോക്ടർ TM തോമസ് ഐസക് ഇടതു സ്ഥാനാർത്ഥി അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട് ദളിത് ക്രൈസ്തവരും അതുപോലെ തന്നെ അത്തരത്തിൽ ഉള്ള ആളുകളും തനിക്ക് വോട്ട് ചെയ്യും, പെന്തക്കോസ്ത് അടക്കമുള്ള വിഭാഗങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് തരുന്ന ബൈറ്റുകളിലൊക്കെ തന്നെ ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നു. ഈ പറയുന്ന ആന്റണിയുടെ കണ്ണ് അല്ലെങ്കിൽ ആന്റണിയുടെ മോഹം ഈ ഓർത്തഡോക്സ് സഭയുടെ കൃത്യമായ വോട്ട് ബാങ്കിലാണ്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇന്നലെ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഒരു കൃത്യമായ നിലപാടില്ല, അവർക്ക് വ്യക്തിപരമായി വോട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ സഭയ്ക്ക് വ്യക്തിപരമായി നിലപാടുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അത് ആർക്ക് അനുകൂലമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് മുന്നണികളും വിവാദങ്ങളൊക്കെ തന്നെ കൊടുമ്പിരി കൊണ്ടുനിന്ന ഈ ഒരു സമയത്ത് മൂന്ന് മുന്നണികളും ഒരു പ്രചണ്ഡ പ്രചാരണത്തിലായിരുന്നു ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ. എന്തായാലും അതിനൊരു കൊട്ടിക്കലാശമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. മൂന്ന് മുന്നണികളും ഒരേപോലെ തന്നെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ എവിടെ ആര് വീഴും ആര് വാഴും എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ അത് പ്രകടമാവുകയും ചെയ്യും. പത്തനംതിട്ടയിലെ കാഴ്ചയാണ് ശ്രീകുമാരൻ പങ്കുവച്ചത്.